നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം. എങ്കിലും സുഭദ്രാമയ്ക്കും മാധവനും ചന്ദ്രയ്ക്കും എന്തെങ്കിലും പൊതുവായി പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മിറർ ഓഫ് ഇന്ത്യ പത്രത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അതിന്റെ സ്റ്റേറ്റ് ചീഫ് റിപ്പോർട്ടറായ ഗൗതമിനെ കുറിച്ചും എനിക്കറിയാം. സന്തോഷം. അത് പറയാൻ മറന്നുപോയി. ഗൗതം ഇപ്പോ ഒരു അന്വേഷണാത്മകമായ സ്റ്റോറി ചെയ്യുകയാണ്. അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. ആയുർവേദ ഔഷധങ്ങളിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം, അതാണ് സബ്ജക്റ്റ്. അതിന് വിക്രമിന്റെ ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് ആവശ്യമായി വരും. അതിനെന്താ, നമ്മളിനി ക്ലോസ് റിലേറ്റീവ്സ് ആവാൻ പോവല്ലേ. എന്ത് സഹായവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ മേ? അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പയ്യന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞതാണ്. എന്നാലും പയ്യന്റെ അമ്മ എന്നുള്ള നിലയില് ഒരു കാര്യം എന്റെ നാവുകൊണ്ട് തന്നെ പറയാം. ഇവൻ ഒരു വിവാഹം കഴിച്ചതാണ്. ആ ബന്ധം അധിക നാള് നീണ്ടു നിന്നില്ല. ഭാര്യ മരിച്ചുപോയി. ആ ബന്ധത്തില് കുട്ടികളൊന്നുമില്ല. ഇപ്പോ വീട്ടില് ഞാനും മോനും മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിലാ സോമേട്ടന് ഈ ആലോചന കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് പെണ്ണിന്റെ സാമ്പത്തിക സ്ഥിതിയൊന്നും ഒരു പ്രശ്നമല്ല. കുടുംബമഹിമയും അച്ചടക്കവും അനുസരണയുള്ള ഒരു പെണ്ണായിരിക്കണം. വന്ദന അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് സോമേട്ടന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്നാ ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നീക്കാം അല്ലേ? കല്യാണാലോചനയുടെ ഒന്നാം ഘട്ടം പരസ്പരമുള്ള പരിചയപ്പെടലും വിശേഷം പറച്ചിലും ഒക്കെ കഴിഞ്ഞു. ഇനി പെണ്ണ് കാണൽ ചടങ്ങ. അതിനെന്താ വർഷാന്റി, പെണ്ണിനെ അടിപൊളിയായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ദിയമോളെ, ചുരുക്കം ചില മിനുക്ക് പണികളൊക്കെ വർഷാന്റി കൂടി ചെയ്തോട്ടെ. വേണ്ട വേണ്ട, വന്ദനമ്മ ദിയമോള് സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് നശിപ്പിക്കല്ലേ. കല്യാണ പെണ്ണായ അമ്മയെ മോള് തന്നെ ഒരുക്കുന്നത് ആദ്യമായിട്ട് കാണുമോ? അല്ല, ചേച്ചിക്ക് എന്താ ഒരു താല്പര്യക്കുറവ്? ചേച്ചി നല്ല പയ്യൻ, സംസ്കാരവും വിവരമുള്ള ഒരമ്മ. വേറെ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ട് നാത്തും പോരൊന്നും ചേച്ചി പേടിക്കണ്ട. മിറർ ഓഫ് ഇന്ത്യ പത്രത്തിന്റെ കേരള ചീഫാ ഗൗതം. ചുരുങ്ങിയത് 1.5 ലക്ഷം രൂപയെങ്കിലും ശമ്പളം കാണും. മറ്റാനുകൂല്യങ്ങളും കമ്പനി വക കാറും. അവർക്ക് സ്ത്രീധനമൊന്നും വേണ്ട. അങ്ങനെ ഒരു വലിയ ഭാരം അച്ഛനും അമ്മയ്ക്കും ഒഴിഞ്ഞു കിട്ടും. ഈ ബന്ധം നടന്നു കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. ചേച്ചി ഇതുവരെ അനുഭവിച്ച യാതനകൾക്കെല്ലാം മോചനവും. എന്താ വന്ദനമ്മൊന്നും മിണ്ടാത്തേ? ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഒത്തിരി ഇഷ്ടായി. സന്തോഷം കൊണ്ടാ വന്ദനമ്മ ഒന്നും മിണ്ടാത്ത. മോളെ വാ, പയ്യനും കൂട്ടർക്കും ചായ കൊടുക്കണം.
ചെല്ലു വന്ദനമ്മേ. മോളെന്താ നിന്ന് കളഞ്ഞേ? വന്ദനാമ്മയുടെ പയ്യനെ കാണണ്ടേ? കാണണം. എന്നാ വാ. മോള് വന്നല്ലോ. ആ കൊടുക്കും മോളെ. ഗൗതം, ആ. പെൺകുട്ടിയെ നേരെ ഒന്ന് കണ്ടോളൂ. ഇതാ ഞാൻ പറഞ്ഞ ആ കുട്ടി. എന്താ മോളുടെ പേര്? ദിയ. മോളിങ്ങ അടുത്ത് വന്നേ. ഒരു വന്നേ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം. എങ്കിലും സുഭദ്രാമയ്ക്കും മാധവനും ചന്ദ്രയ്ക്കും എന്തെങ്കിലും പൊതുവായി പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിയുമ്പോഴേ ദിയമോളുടെ കാര്യം ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.